എല്ലാവർക്കും നമസ്കാരം. നമ്മളിവിടുന്ന് ചെയ്യാൻ പോകുന്നത് കുടംപുളിയും കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയെടുത്ത ഒരു കിടിലൻ ചെമ്മീൻ ഐറ്റമാണ്. ഈ രീതിയിൽ അങ്ങോട്ട് വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നാക്കിൻ്റെ തുമ്പത്ത് 1 മണിക്കൂർ വരെ അതിൻ്റെ രുചി നിൽക്കുക എന്നുള്ളതാണ്. അതിലൂടെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ചെമ്മീൻ തോടോടി വാങ്ങിച്ച് അത് പൊളിച്ച് കഴുകി വൃത്തിയാക്കിയതാണ്. ഇനി ആ ചെമ്മീനെ നമുക്ക് നല്ലതായിട്ടൊന്ന് തിളപ്പിച്ചൂറ്റാം. ഒരു 5 മിനിറ്റ് നമുക്കിങ്ങനെ നല്ലതായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ചെമ്മീൻ്റെ ആ രുചികളും കയ്പൊക്കെ ഒന്ന് മാറിക്കിട്ടും നല്ലതായിട്ട്. നമ്മുടെ ചെമ്മീൻ തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു തണ്ട് കറിവേപ്പില, ഒരല്ലി കുടംപുളി, കുറച്ച് ചെറിയ ഉള്ളി, 1 ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിനനുസരിച്ച്. ഞാനിത് എൻ്റെ അനുസരിച്ചുള്ള ഉപ്പാണ് എടുത്തിരിക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചെയ്യുന്നതായിരിക്കും നല്ല ടേസ്റ്റ് വരുന്നത്. 1 ടീസ്പൂൺ മസാല, ഇറച്ചി മസാലയാണ് എടുത്തിരിക്കുന്നത്. 2.5 ടീസ്പൂൺ കുരുമുളക് പൊടി, നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഒന്ന് ചതച്ചതിന് ശേഷം അതിനകത്ത് കറിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം. 1 സെക്കൻഡ് ചതച്ചാൽ മതി. ഇനി നമുക്ക് പാൻ ചൂടായതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനും മഞ്ഞൾപ്പൊടിയും ഉപ്പും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും കറിവേപ്പിലയും എല്ലാം കൂടി ചേർത്ത് 1 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഒരല്ലി കുടംപുളി 2ആയിട്ട് കീറി അതും കൂടി ഇട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്ത് വെള്ളം നന്നായി വറ്റി വരുന്നിടം വരെ നമുക്ക് വേവിക്കാം. അതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അതിൻ്റെ അകത്ത് കിടക്കുന്ന കുടംപുളി എടുത്ത് മാറ്റിക്കളയാം. ഇനിയും കുടംപുളിയുടെ ആവശ്യമില്ല. ആവശ്യത്തിനുള്ള പുളി അതിനകത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം. ഉപ്പ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളക് പൊടിയും മസാലപ്പൊടിയും കൂടി ചേർത്ത് നന്നായി യോജിപ്പിക്കണം. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായി ഒന്നുകൂടി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അടച്ചു വെക്കണ്ട. ഇനി തുറന്ന് വെച്ച് നന്നായി ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. നന്നായി വരണ്ട് വരുന്നിടം വരെ നമ്മൾ നല്ലതായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഏതാണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് ഈ ഒരു പരുവാകുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് ശരിക്കും വളരെ രുചിയുള്ളതാണ്, വെറുതെ പറയുന്നതല്ല. ഇതൊന്ന് കഴിച്ചു നോക്കിയിട്ട് എല്ലാവരും ഒന്ന് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം. ഇതെനിക്ക് ശരിക്കും ഇതിൻ്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തന്നത് കുട്ടനാടുള്ള എൻ്റെ ഒരു അമ്മച്ചിയാണ്. അതിനുശേഷം കുറേ പ്രാവശ്യം വെച്ച് നോക്കി. വളരെ രുചികരമാണ്, വളരെ രുചികരമാണ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള കിടിലൻ വിഭവങ്ങളുമായി വരുന്നതായിരിക്കും.